KM മാണിയെ കുടുക്കിയ വിജിലൻസ് കെ ബാബുവിനെ തൊടാത്തതെന്ത്? ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ദ്രുത പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് മന്ത്രി കെ ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് എറണാകുളം യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി രമേശ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള SP KM ആന്റണിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിജു രമേശ് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് 50 ലക്ഷം രൂപ കെ ബാബുവിന് കൈമാറിയത്. പണം നൽകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹിയായ റഫീസ് ഒപ്പമുണ്ടായിരുന്നു. പണം കൈമാറുന്നത് കണ്ടതായി റഫീസും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. KM മാണിക്കെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പണം നൽകുന്നതിന് ദൃക്സാക്ഷിയുണ്ടായിട്ടും കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ ആരോപണവും ഉണ്ടായിരുന്നു. അന്വേഷണം ഡിവൈഎസ്പി രമേശിന് കൈമാറിയത് കേസ് അട്ടിമറിക്കാനായിരുന്നു എന്നായിരുന്നു ആരോപണം. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റഫീസും ബിജു രമേശിന്റെ മാനേജറും വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. ചർച്ചയിലേക്ക് വരാം. KM മാണിയെ കുടുക്കിയ വിജിലൻസ് കെ ബാബുവിനെ തൊടാത്തതെന്ത്? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ബാർ ഹോട്ടൽസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ബിജു രമേശ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആന്റണി രാജു, KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM സുരേഷ് ബാബു, മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് എന്നിവരാണ്. ആദ്യം ഡോക്ടർ ബിജു രമേശ്, കെ ബാബുവിന് താങ്കൾ കൈക്കൂലി നൽകി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ 2 പ്രാവശ്യമാണ് ബാബുവിന് 50 ലക്ഷം രൂപ വീതം സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കൊടുത്തത്. ഈ കൊടുക്കുന്ന സമയത്ത് കൃഷ്ണദാസും രാജ്കുമാറും ധനേഷും 1 പ്രാവശ്യം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മന്ത്രിയുടെ ചേംബറിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൊണ്ടുപോയത് ഞാനും രാധാകൃഷ്ണൻ നായരും ചേംബറിലെ വൈസ് പ്രസിഡന്റായ ശ്രീ റസീഫും കൂടി അടങ്ങി 3 പേരായിട്ടാണ് കൊണ്ടുപോയി ബാബുവിനെ കാണുകയും ബാബു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സുരേഷിനെ ഏൽപ്പിക്കാൻ പറയും. ആ പൈസ കൊണ്ടുപോയി സുരേഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. പങ്കുവച്ചിട്ടുള്ളതാണ്. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് ചോദിച്ചു എന്ന് മാത്രം. താങ്കൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബാബുവിന് താങ്കൾ നേരിട്ട് പണം നൽകി, അതിന് സാക്ഷികളുമുണ്ട്. എന്നിട്ടും വിജിലൻസ് കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷനിൽ കെ ബാബുവിനെതിരെ തെളിവില്ല എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ ഉച്ചയോടുകൂടി തന്നെ വിൻസൻ പോൾ സാറ് ഈ രമേശ് എന്ന് പറയുന്ന DYSPക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെക്കുറിച്ച് KM മാണിയുടെ 164 പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി, അല്ലാതെ ബാബുവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും അന്വേഷിക്കേണ്ട. ഞാൻ ചെന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു 10-30 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിന് ആൻസർ പറയണം, മറ്റൊരു രീതിയിലും എടുക്കരുത്, സഹകരിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരത്തിലേക്ക് പങ്ക്തിയിലേക്ക് പോയില്ല. എന്നോട് പറഞ്ഞു മറ്റൊന്നും അന്വേഷിക്കേണ്ട എന്നാണ് എനിക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് മറ്റ് 2 ദിവസം മൊഴിയെടുക്കാൻ ആവശ്യം വേണ്ടി വരുമെന്ന് പറഞ്ഞ അദ്ദേഹം വൈകിട്ടോടുകൂടി തന്നെ മൊഴി അവസാനിപ്പിക്കുകയും ഉച്ച കഴിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം ഞാൻ ഊണ് കഴിക്ക് വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഇത് മൊഴി കൂടുതലൊന്നും പറയാനില്ല എന്ന് എഴുതട്ടെ എന്നാണ് ചോദിച്ചത്. ഞാൻ എൻ്റെ നിർബന്ധപ്രകാരമാണ് കുറച്ചുകൂടി മൊഴി എഴുതുകയും അതനുസരിച്ച് അതേപോലെ തന്നെ രാധാകൃഷ്ണൻ പോയതിനും റസീഫും ഒക്കെ ചെന്നപ്പോൾ അവർ മൊഴി പറയുമ്പോൾ DYSP വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുകയും അവരോട് വളരെ പരുഷമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വിവരം ഈ പീപ്പിൾ TVയോട് തന്നെ നേരത്തെ അവർ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ആ മൊഴി പറയുന്നവരോട് അതിൻ്റെ സത്യാവസ്ഥ പറയുന്നവരോട് തട്ടിക്കയറുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അവർ പറയുന്ന പലതും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് വസ്തുത നമ്മൾ നേരത്തെ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ രമേശിൻ്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ തൃപ്തികരമല്ല എന്ന വസ്തുതയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അതിനെതിരെ കോടതിയിൽ പോയില്ല എന്ന് വെച്ചാൽ കോടതിയിൽ ചെല്ലുമ്പോൾ പറയും അന്വേഷണം വളരെ വളരെ സുതാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷിച്ച് അതിൻ്റെ അവസാനം വരുമ്പോൾ കോടതിയിൽ പോകാം, ഇതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം കോടതിയിൽ പോകാം എന്ന നിലപാടിലേക്ക് എത്തിയത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീ ഡോക്ടർ ബിജു രമേശ് ഉന്നയിക്കുന്നത്. അതായത്
KM മാണിക്കെതിരെ നടത്തുന്ന അന്വേഷണം ഒരു പ്രഹസനമാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ ഇതാ കെ ബാബുവിനെതിരെയുള്ള അന്വേഷണവും ആ വഴിക്ക് തന്നെ നീങ്ങുന്നു എന്ന ആക്ഷേപത്തിനെ ശരിവെക്കുകയാണത്. ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ആദ്യം കേസ് എടുക്കേണ്ട കാര്യം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടുന്ന കാര്യത്തിൽ തന്നെ സംശയമായിരുന്നു. ശക്തിയായിട്ടുള്ള പ്രതിഷേധം രൂപപ്പെട്ട് വന്നപ്പോഴാണ് ഭരണകക്ഷിക്കകത്ത് തന്നെയുള്ള ആളുകളുടെ ശക്തമത്തായ രീതിയിലുള്ള എതിർപ്പ് കൂടി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്വിക്ക് വെരിഫിക്കേഷന് തന്നെ ഗവൺമെൻറ് തയ്യാറാകുന്ന സമീപനം സ്വീകരിച്ചത്. അപ്പോഴേ എല്ലാവർക്കും അറിയായിരുന്നു ഈ കേസിൻ്റെ അകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശമുണ്ട്. CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറയുന്നത് പോലെ അത് കൃത്യമായിട്ട് ബാധകമാകുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിന്. കേരളത്തിലെ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വിജിലൻസിനെ പൂർണ്ണമായിട്ടും ഒരു കൂട്ടിലടച്ച തത്തയെപ്പോലെ ഫലപ്രദമായിട്ട് അവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി വിജിലൻസിനെ ഉപയോഗിക്കുന്നു എന്നതാണ് താങ്കളുടെ നിലപാട്. അഡ്വക്കേറ്റ് ആന്റണി രാജു, താങ്കളുടെ നേതാവിന് ലഭിക്കാത്ത നീതി ഇപ്പോൾ അതേ മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് താങ്കളുടെ നിലപാട്. അല്ല ഡോക്ടർ സന്തോഷ്, ഞാൻ എപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നത് കെ ബാബുവിൻ്റെ കാര്യത്തിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത നടപടിയാണ് ശരി, അതാണ് നിയമം, അതാണ് നീതി. പക്ഷെ ആ നിയമം, ആ നീതി, ആ ശരി KM മാണിക്ക് കിട്ടണമായിരുന്നു. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ KM മാണിക്കെതിരെ FIR ഇട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ ശേഷം FIR ഇട്ട് അന്വേഷണം നടത്തിയത്? അതാണ് ഞാൻ പറഞ്ഞത്. KM മാണിക്കെതിരെ അന്ന് ലളിത് കുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ കേസിന്റെ പേരിൽ അതെന്തുകൊണ്ടാണ് കെ ബാബുവിന് ബാധകമാകാത്തത് എന്നതിന് താങ്കൾ ഞാൻ പറയാം. KM മാണിയുടെ പേരിൽ ലളിത് കുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ പേരിൽ അന്ന് കേസ് എടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ മാണി സാറിന്റെ തലയുടെ മുകളിൽ കെട്ടിയിട്ടാൽ ഇത് മറ്റ് പലരിലേക്കും തിരിയും. അതുകൊണ്ട് ഈ ലളിത് കുമാരിയുടെ കേസിന്റെ പേരിൽ KM മാണിക്കെതിരെ കേസെടുത്തത് ശരിയായില്ല. ആ കുറ്റം, അന്ന് KM മാണിയോട് വിജിലൻസ് കാണിച്ച കുറ്റം ഒരു കുറ്റസമ്മതമാണ്. ഇന്ന് ബാബുവിന്റെ കേസ് ഇല്ല എന്ന് പറഞ്ഞതിലൂടെ KM മാണിയോട് കാണിച്ചത് തെറ്റാണ് എന്നുള്ളൊരു കുറ്റസമ്മതമാണ്. അഡ്വക്കേറ്റ് ആന്റണി രാജു, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ. കൃത്യമായ മറുപടി താങ്കൾക്ക് എന്താണുള്ളത്? ഇവിടെ ഇതൊരു വല്ലാത്ത നിർത്താത്ത ഒരു ചർച്ചയാക്കി മാറ്റുകയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയമാണല്ലോ എല്ലാം. പക്ഷേ ഇവിടെ ഒരു വസ്തുത ഞാൻ പറയാം. ശ്രീ ബിജു രമേശ് ഒരു ദിവസം കഴിഞ്ഞ ഒക്ടോബർ 31 ഒരു ചാനലിൽ ഈ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ അങ്ങനെയുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞതിനാണ് താങ്കൾ ഇപ്പോൾ മറുപടി പറയേണ്ടത്. നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ ഇന്ന്. കേസിന്റെ ചരിത്രത്തിലേക്ക് ദയവായി അങ്ങ് പോകരുത്. ശരി, അപ്പൊ ഞാനതിലേക്ക് വരാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു കാര്യം പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ അച്യുതാനന്ദൻ രേഖാമൂലം എഴുതി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരമൊരു അന്വേഷണം നടത്തേണ്ടി വന്നത്. അതിന് ചില നിയമപരമായ കമ്പൽഷൻസ് വിജിലൻസിന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അതിനുശേഷം ഈ ഒരവസരത്തിലും പോലീസിൻ്റെ മുൻപിൽ മൊഴി കൊടുക്കാത്ത വിവരം 164 CRPC 164 പ്രകാരം മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ, CRPC 164 പ്രകാരം മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മുന്നിൽ കൊടുത്ത മൊഴി കോടതിയിൽ മാറ്റിപ്പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊരു അവിശ്വസനീയത നിലനിൽക്കുന്ന സാക്ഷികളിൽ നിന്ന് 164 പ്രകാരം സാക്ഷി മൊഴിയായിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ എടുക്കുന്ന പതിവിനെയാണ് 164 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് പോലെ, പൊതു ചർച്ചയിൽ വരുന്നത് പോലെ ഒരു രഹസ്യമൊഴിയല്ല. അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് വെച്ചാണ്
ശ്രീ കെ എം മാണിക്കെതിരായ കേസിന്റെ അന്വേഷണ വേളയിലെ മൊഴിയെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ബിജു രമേശ് കെ ബാബുവിന് പണം കൊടുത്തിട്ടുണ്ട് എന്ന പദ്ധതി പറയുന്നത്. അപ്പോൾ ഒരു FIR-നകത്ത് അന്വേഷണം നടത്തുമ്പോൾ പുതിയ കുറ്റകൃത്യങ്ങൾ ആരുടെയെങ്കിലും പേരിൽ വന്നാൽ രണ്ടാമതൊരു അന്വേഷണമോ രണ്ടാമതൊരു FIR-ഓ അല്ല, അതിനകത്ത് പ്രതികളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മാത്രമേ ഒരു നിയമപരമായ സംവിധാനത്തിന് സാധ്യമായിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് അത്. ഒരു കേസിനകത്തുള്ള അന്വേഷണത്തിലാണ് ശ്രീ കെ ബാബുവിൻ്റെ പേര് ഡോക്ടർ ബിജു രമേശ് പരാമർശിക്കുന്നത്. അദ്ദേഹം വേറെ ഒരു പ്രത്യേകമായ പരാതി കൊടുത്തിരുന്നെങ്കിൽ വേറെ ഒരു അന്വേഷണം വേറെ നടത്തണമായിരുന്നു. അതുണ്ടായില്ല. അപ്പോഴാണ് ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ ശ്രീ കെ എം മാണിയും ശ്രീമൻ കെ ബാബുവും കുറ്റക്കാരല്ല എന്ന കാര്യത്തിൽ വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. അതിന്റെ റിപ്പോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് മന്ത്രിമാരും ഇതിനൊരു താങ്കൾ പറഞ്ഞതിനൊരു വ്യക്തത ഡോക്ടർ ബിജു രമേശ് തന്നെ താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു വ്യക്തത ഡോക്ടർ ബിജു രമേശ് തന്നെ പറയും. ഡോക്ടർ ബിജു രമേശ്, ഇതാണോ ശരി? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞതാണോ ശരി? അതല്ലല്ലോ ശരി. അതല്ല ശരി. ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് വേറൊരു FIR ഇട്ട് വേറെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിജിലൻസിലെ ഉദ്യോഗസ്ഥർ തന്നെ ആദ്യം തുടക്കം തൊട്ട് പറയുന്നതാണ്. മാണി സാറിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്ന സമയത്ത് മറ്റ് മന്ത്രിമാരുടെ കാര്യം പറയണ്ട, അത് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇത് മാണി സാറിന്റെ മാത്രം കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ പരാതിയുമായിട്ട് പോയും അത് വേറെ കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കഴിയുള്ളൂ. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ എതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാത്രമേ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ മാണി സാറിന്റെ പേർക്ക് മാത്രമേ ഇതുവരെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത മന്ത്രിമാരുടെ പട്ടികയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉള്ളൂ. മറ്റ് ബാബുവിനെതിരെ FIR ഇടുകയോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു പ്രഹസനത്തിന് വേണ്ടി മാത്രം ഒരു അന്വേഷണം നടത്തി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാണി സാറിനും കിട്ടണമായിരുന്നു. ഡോക്ടർ സന്തോഷ്, ഇതിനകത്ത് ശ്രീ ബിജു രമേശ് പറയുന്നതിൽ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വിൻസെന്റ് എമ്മോൾ ഡയറക്ടറുടെ പറഞ്ഞു ഒരു മാണി സാറിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിനകത്ത് ബാബുവിൻ്റെ പേരെ പറയാൻ പാടില്ല. ഒരുപാട് പറയാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബാബുവിൻ്റെ പേര് പറയാൻ എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അതിന് 31 ഒക്ടോബർ മാസം 31-ാം തീയതി ബിജു രമേശ് ഞാൻ പറഞ്ഞോട്ടെ 31 ഒക്ടോബർ 31-ന് ശേഷം 5 മാസങ്ങൾക്ക് 30/3/2015 മജിസ്ട്രേറ്റിന് മുമ്പിൽ സ്വതന്ത്രമായി നിഷ്പക്ഷമായി ഭയരഹിതനായി ബിജു രമേശ് മൊഴി കൊടുത്തപ്പോൾ അതിൽ 9 പേജിൽ ബാബുവിന് കൈക്കൂലി കൊടുത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആര് കൊടുത്തതാ? ധനുഷ് കൈക്കൂലി കൊടുത്തു, രാജ്കുമാറിന് കൈക്കൂലി കൊടുത്തു, പിന്നെ കൃഷ്ണദാസ് കൈക്കൂലി കൊടുത്തു. ഞാൻ പറയട്ടെ, എല്ലാം ഉണ്ട്, ബിജു എൻ്റെ ഉണ്ട്. അതിനകത്ത് പറയാതിരുന്ന ഒരേ ഒരു കാര്യം ബിജു രമേശ് നേരിട്ട് ബാബുവിന് കൈക്കൂലി കൊടുത്തു 164 ഇല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ബാബുവിനെതിരെയുള്ള ബിജു രമേശിന്റെ ആരോപണത്തിലെ ഏറ്റവും ഹൃദയഭാഗം ഏതാണ്? അദ്ദേഹം പറയേണ്ടിയിരുന്നത് എന്താണ്? ബിജു രമേശായ ഞാൻ ബാബുവിന് 50 ലക്ഷം രൂപ കൊടുത്തു. അത് മാത്രം അദ്ദേഹം പറയാതിരുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ഞാൻ പറയുന്നത് ബാബുവിനെ രക്ഷപ്പെടുത്തിയത് ബിജു രമേശിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ആണ്. ബാബുവിനെ രക്ഷപ്പെടുത്തിയത് താങ്കളുടെ ഡോക്ടർ ബിജു രമേശിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ആന്റണി രാജു പറഞ്ഞത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവും അതാണ് പറഞ്ഞു നിർത്തിയത്. ബാബുവിനെതിരെ 164 സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടില്ല. KM മാണി സാറിനെതിരെയാണ് ഞാൻ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് KM മാണി സാർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് മാത്രം ആന്റണി ഡോക്ടർ ബിജു രമേശ് 164 ഒരു പബ്ലിക് ഡോക്യുമെന്റ് എന്ന നിലയിൽ നമ്മുടെ കൈവശമുണ്ട്. അതിനകത്ത് അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞതുപോലെ 164 ഒരു പബ്ലിക് ഡോക്യുമെന്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ അതിനകത്ത് 164-ൽ കെ ബാബുവിന് ആരൊക്കെ കൈക്കൂലി നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 9 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അവിടെ എന്തുകൊണ്ട് താങ്കൾ നേരിട്ട് ബാബുവിന് 50,000 രൂപ കൈക്കൂലി നൽകി 50 ലക്ഷം രൂപ കൈക്കൂലി നൽകി എന്ന് ആ 164-ൽ പറഞ്ഞില്ല? അതാണ്
കെ ബാബുവിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞത്. അതിൽ ഞാൻ കൊടുത്ത എമൗണ്ടിന്റെ മുഴുവൻ സംഖ്യയാണ് പറഞ്ഞത്. 10 കോടി രൂപ പല ഘട്ടങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വായിച്ചു നോക്കി അറിയാം. പ്രസിഡന്റും സെക്രട്ടറിയും ഇതാണെങ്കിൽ 3 പേരാണ് പ്രധാനമായും ഇതിന്. വായിക്കൂ, ഞാൻ വായിക്കും. അത് അങ്ങ് പറഞ്ഞിരിക്കുന്നത് 21-ാം പേജിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അസോസിയേഷൻ പിരിച്ചെടുത്ത 10 കോടി രൂപ പ്രസിഡന്റ് ശ്രീ രാജ്കുമാർ, സെക്രട്ടറിയുമായ ശ്രീ ധനേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണദാസ് എന്നിവരെ അസോസിയേഷൻ ഏൽപ്പിക്കുകയും മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തെന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ഈ മൊഴിയിൽ അത് 9 പേജാണ് ബാബുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് അങ്ങ് ബാബുവിന് 50 ലക്ഷം രൂപ കൊടുത്ത് പറഞ്ഞിട്ടില്ല. റഫീസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അങ്ങയോടൊപ്പം സാക്ഷിയായിരുന്നു പറഞ്ഞിട്ടില്ല. ഈ കാര്യമാണ് ബാബുവിൻ്റെ കേസിലെ അങ്ങ് പറയേണ്ടിരുന്ന ഏറ്റവും സുപ്രധാനമായിരുന്ന ആരോപണം. അത് അങ്ങ് മറ്റാരെയോ കുഴപ്പിക്കാൻ, ഒന്നുകിൽ ധനുഷിനെയും രാജ്കുമാറിനെയും കൃഷ്ണദാസിനെയും നിങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ അവരെ തകർക്കാൻ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത പണം അല്ലെ ആദ്യം പറയേണ്ടിരുന്ന? അങ്ങ് എന്തുകൊണ്ട് അങ്ങ് കൊടുത്ത കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സ്വതന്ത്രമായി നിഷ്പക്ഷമായി ഒരു ഭയവും ഇല്ലാതെ പറയാൻ അവസരം കിട്ടിയപ്പോൾ പറയാതിരുന്നത്? പിന്നെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഡോക്ടർ ബിജു രമേശ്, കാര്യം ബാബുവിനെതിരെയുള്ള അന്വേഷണമല്ലല്ലോ. 10 കോടി രൂപ കൊടുത്ത വിവരം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 10 കോടി രൂപയിൽ 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നതും ഈ രാജ്കുമാറിൻ്റെയും കൃഷ്ണദാസിൻ്റെയും നിർദ്ദേശപ്രകാരം അവർ സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ആവശ്യപ്പെടുകയും അവരുടെ കയ്യിൽ അവരിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ എത്തിക്കുന്നത്, ബാബുവിൻ്റെ മുറിയിൽ. അതേ അവിടെ നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്തത്. അതിൽ ഈ ട്രാൻസാക്ഷനിൽ 50 ലക്ഷം രൂപ മാത്രമാണ് ഞാൻ അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തുള്ളൂ. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഗോവിന്ദ മാസ്റ്റർ, ഈ മൊത്തത്തിൽ ഇപ്പോൾ അരുവിക്കരയിലാണെങ്കിൽ വോട്ടിന് വേണ്ടി സാരി വിതരണം ചെയ്തതായിട്ടാണ് ഏറ്റവും വലിയ ബ്രേക്കിംഗ് ആയി വരുന്നത്. മൊത്തത്തിൽ ഒരു കോഴമയത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇരട്ട നീതിയുടെ രാഷ്ട്രീയം. എം വി ഗോവിന്ദൻ മാസ്റ്റർ, ബാർക്കോഴ അന്വേഷണത്തിൽ തനിക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGP, ഇപ്പോൾ DGP ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ വ്യക്തമാണ് സമ്മർദ്ദം ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായ രീതിയിൽ തന്നെയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സംശയവും അതിൻ്റെ അകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ ഈ കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സാധാരണ ഒരു മനുഷ്യനോ വേറെ ഒരു സംശയവും ഉണ്ടാവാനിടയില്ല. ഈ കേസുകളൊക്കെ മായ്ച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം, ശ്രീ മാണിക്കെതിരായിട്ട് കേസ് ഉയർന്നു വന്നപ്പോൾ അവിടെ സുപ്രീം കോടതി പരാമർശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കിക്ക് വെരിഫിക്കേഷനും തുടർന്ന് FIRഉം രേഖപ്പെടുത്തി വരികയാണ്. അന്ന് സാഹചര്യ തെളിവ് തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. കൃത്യതയോടുകൂടി പരിശോധിച്ചപ്പോൾ അത് കൃത്യമായിട്ട് ശരിയാണ് എന്ന് ജനത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള, ഇപ്പോൾ UDFൻ്റെ ആളുകളോ ആരെങ്കിലും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകളോ ആരും സമ്മതിക്കില്ല. പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ ആ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ലളിതകുമാരി കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, UP കേസ് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായേ? മാണിക്കെതിരായിട്ട് ഈ സംഭവം തന്നെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ UDF തന്നെയുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന് ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരാണല്ലോ അന്വേഷിച്ചത്. അവരന്വേഷിച്ച കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യം, ബാബുവിൻ്റെ നേരെ ആ നിലപാട് സ്വീകരിച്ചില്ല. കിക്ക് വെരിഫിക്കേഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള FIRഉം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായില്ല. അപ്പോൾ UDFൻ്റെ അകത്ത് തന്നെ മാണിക്കെതിരായിട്ടെടുത്തൊരു നിലപാട് ഇപ്പം ബാബുവിനെതിരായിട്ട് എടുക്കാൻ തയ്യാറില്ല എന്ന പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്ക് 2 കേസും ഇല്ലാതാക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കാണുന്ന, അല്ലെങ്കിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ട ഈ 2 വിഷയത്തിൻ്റെ, മാണിയുടെ വിഷയമായാലും അതുപോലെ തന്നെ ഇപ്പോൾ ബാബുവിൻ്റെ വിഷയമായാലും അതിൻ്റെ മേലെ വിജിലൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടായാലും അതിൻ്റെ മേലെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇടപെടലായാലും എല്ലാം തന്നെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള കാര്യം വലിയ
വലിയ രീതിയിൽ അഴിമതിയാണ്. ആ അഴിമതിയുടെ പണം ഉപയോഗിച്ച് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് സാരി കൊടുക്കുന്ന പ്രക്രിയ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു നിർത്തിയതും മുമ്പേ അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞതും ഇരട്ട നീതിയുടെ കാര്യമാണ്. എന്തുകൊണ്ടാണ്, എന്ത് മറുപടിയാണ് കോൺഗ്രസിനുള്ളത്? അല്ല, ഇതിനകത്ത് കോൺഗ്രസ് ഇതിനകത്ത് രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ആവശ്യമില്ല. ഇത് പോലീസിലെ കേസ് അന്വേഷണമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പോലീസ് ഒരേ കാര്യത്തിനെ രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അതാണ് വിഷയം. സന്തോഷം, അതല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു FIR ആണുള്ളത്. ആ FIR-നകത്ത് കൂടുതൽ അന്വേഷണം, ഏതെങ്കിലും പ്രതികളുടെ പേര് വന്നാൽ അതിനകത്ത് രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ ഇതിന്റെ പ്രശ്നം FIR പരാതി അവിടെ നിൽക്കട്ടെ. കെ ബാബുവിനെതിരെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ദ്രുത പരിശോധന നടന്നു എന്നുള്ള കാര്യം സത്യമാണല്ലോ. അത് താങ്കൾ സമ്മതിക്കുമല്ലോ? ഒരു മിനിറ്റ് അല്ലല്ല, ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞങ്ങ് തീർത്തോട്ടെ. ആന്റണി രാജു പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുകയാണ്. പോലീസിന്റെ വിജിലൻസ് അന്വേഷണം ശ്രീ കെ ബാബുവിന്റെ നടപടിക്രമങ്ങളിൽ എടുത്തതുപോലെ തന്നെ വളരെ ത്വരിതഗതിയിൽ അന്വേഷണം നടത്തി ശ്രീ KM മാണിയുടെയും നിരപരാധിത്വം കുറച്ചുകൂടി കാലേ കൂട്ടി നേരത്തെ തന്നെ ആക്കാമായിരുന്നു. അനാവശ്യമായി കെ ബാബുവിന്റെ നിരപരാധിത്വം വളരെ മുൻകൂട്ടി ദ്രുത പരിശോധനയിൽ തന്നെ അദ്ദേഹം നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ KM മാണി അങ്ങനെയല്ല. അദ്ദേഹം ഒരു ഘടകകക്ഷി നേതാവായതുകൊണ്ടാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്.